ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷമാണ് പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ആൻഡ് നമ്മൾ ലാസ്റ്റായിട്ടിട്ട ഒരു ലോങ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന റീച്ചിന് എന്താ പറയണമെന്ന് അറിയില്ല. താങ്ക് യു. അത്രയും റീച്ചാണ് തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 57K വ്യൂസൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ആ വീഡിയോയിൽ ഞാൻ എങ്ങനെ ബസ്സിൽ വെഹിക്കിൾ മോഡ്, വണ്ടികളുടെ മോഡ് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആ വീഡിയോയ്ക്ക് മിനിമം ഒരു 100 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ബസ്സിൽ മാപ്പ് മോഡ് ആഡ് ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് പിന്നെ അതൊക്കെ വൈകിപ്പോയി. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ബസ്സിൽ മാപ്പ് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ 100 ലൈക്കൊന്നും അല്ല തന്നത്, ഓൾമോസ്റ്റ് 1000 സംതിങ് ലൈക്കൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. ബസ്സിഡിൽ മാപ്പ് മോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഓൾമോസ്റ്റ് 3 ആപ്സാണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് പേര്, ബസ്സിഡ്. രണ്ടാമത് വേണ്ടതാണ് സാർച്ചീവർ അല്ലെങ്കിൽ സെഡ് ആർക്കൈവർ എന്നും പറയും, സ്പെല്ലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന മോഡ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാനാണ്. എന്താണ് എക്സ്ട്രാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. മൂന്നാമത് വേണ്ടത് യൂട്യൂബ് അല്ലെങ്കിൽ അതർ മോഡ് മാപ്സ് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ, ടു ഡൗൺലോഡ് മാപ്പ് മോഡ്. നമുക്ക് യൂട്യൂബിൽ നിന്ന് ആണ് ഈ ക്രിയേറ്റേഴ്സൊക്കെ അവരുടെ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഇതിൻ്റെ ലിങ്ക് വരുന്നത്, അതുകൊണ്ടാണ് യൂട്യൂബ് തന്നത്. പിന്നെ അതർ മാപ്പ് മോഡ് ആപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറച്ച് മാപ്പ് മോഡ് ആപ്സ് ഉണ്ട്, 4-5 എണ്ണമൊക്കെ. സോ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാപ്പ് മോഡ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇതിൽ പറഞ്ഞിരുന്നില്ല, കാരണം യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് ലിങ്ക് വഴി അപ്ലോഡ് ചെയ്യാനാണ് കുറച്ചുകൂടി ടഫ് വരുന്നുള്ളൂ. കാരണം മാപ്പ് മോഡ് ആപ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ ഡൗൺലോഡ് എന്ന് കാണും, നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ട്യൂട്ടോറിയലൊന്നും വേണ്ടാതെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമ്മളെങ്ങനെ യൂട്യൂബിൽ നിന്ന് ലിങ്ക് വഴി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് എടുക്കുക. എന്നിട്ട് യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട മാപ്പ് മോഡിൻ്റെ ഒരു ഇത് അടിക്കുക. അതായത് ഞാനിപ്പോൾ ബെസ്റ്റ് മാപ്പ് മോഡ് ഫോർ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നാണ് അടിച്ചിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും വരിക. സോ എനിക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരുന്നത്. സോ എന്നിട്ട് നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പം ഞാൻ തൽക്കാലം ഒരെണ്ണം റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചൂസ് ചെയ്തൊരു മാപ്പ് മോഡ്. ഇത് ഞാൻ കളിക്കുന്നതല്ല, ഇതൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ്. ആൻഡ് ഞാൻ ഈ ഒരു മാപ്പല്ല നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അത് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് എനിക്ക് കയറ്റാൻ പറ്റിയില്ല, ഇത് കുറച്ചൊരു പ്രശ്നമുണ്ട്, എക്സ്പയർ ആയതായിരിക്കും ലിങ്ക്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു മാപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കുന്നത് വേറെ മാപ്പ് മോഡാണ്, അത് ഞാൻ പിന്നെ പറയാം. ഈ മാപ്പ് മോഡിൻ്റെ ഏതൊരു വീഡിയോൻ്റെ അടിയിൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും ഉണ്ടാവും, നമുക്കവിടെ മാപ്പ് മോഡ് ലിങ്ക് എന്ന് കാണാൻ പറ്റും. സോ ഈ ഒരു ഇതിൽ മാപ്പ് മോഡ് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലോട്ടാണ് പോകുന്നത്. ഈ മാപ്പ് മോഡ് റിയലി ഉണ്ടാക്കിയ ഒരാളുടെ അടുത്ത് നോക്കി, അതാണ് ഈ ഒരു വീഡിയോ. ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സാധാരണ വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് കൊടുക്കാറ്. ഇത് പിന്നെ ഏതൊരു ഭാഷക്കാരനായതുകൊണ്ടായിരിക്കാം ഒരു വ്യത്യസ്തത. ഈ ഒരു വീഡിയോയുടെ എന്താ പറയുക, പിൻഡ് കമൻറ്റിലൊക്കെ ആയിട്ടാണ് എന്താ പറയുക നമ്മളെ മാപ്പ് മോഡിൻ്റെ ലിങ്ക് വരുന്നത്. ആൻഡ് വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഈ മാപ്പ് മോഡിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, ഒരു വെബ്സൈറ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതായത് ഷെയർ മോഡ്സ് എന്ന് പറയുന്നൊരു എന്താ പറയുക വെബ്സൈറ്റ് ആയിരിക്കും. സോ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഒരു മാപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് 95% ഓഫ് ഈ മാപ്പ് മോഡിൻ്റെ ലിങ്കൊക്കെ ഷെയർ മോഡ്സിലാണ് ഇടുക. ഈ അതിലിടുന്നവർക്ക് ഓൾമോസ്റ്റ് എന്തോ പൈസ ഒക്കെ കിട്ടും, അതുകൊണ്ട് തന്നെയാണ് അവർ ഇടുന്നത്. ഇതിൽ നമുക്ക് ക്രോം അല്ലെങ്കിൽ ബ്രൗസർ യൂസ് ചെയ്യാം. ഞാൻ ക്രോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളനുസരിച്ച് ചൂസ് ചെയ്യാം. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ മാത്രമാണ് കാണിക്കുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പേടിക്കേണ്ട, ഓൾമോസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ് എല്ലാം വരുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഒരു പേജിലായിരിക്കും നമ്മൾ എത്തുക. ഇവിടെ തന്നെ ഹൗ ടു ഡൗൺലോഡ് എ ഫയൽ എന്ന് എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് കാണാൻ പറ്റും. സോ നിങ്ങൾ അത് ഫയൽ അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്കിൽ എന്താ പറയുക ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞെക്കുക. അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വേറൊരു വെബ്സൈറ്റിലോട്ട് പോകാൻ പോകും. പക്ഷേ നിങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഷെയർ മോഡ്സിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ആ ഒരു ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് മാറ്റിയിട്ട് ഡൗൺലോഡ് എന്ന് കാണും. ഓക്കെ, അങ്ങനെയാണ്. സോ നമ്മൾ വേറെ വെബ്സൈറ്റിൽ ചിലപ്പോൾ പോയെന്ന് വരാം. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി, സൈഡിൽ ആ ഒരു ബാക്ക് ബട്ടൺ അടിച്ചാൽ മതി. സോ ഇനി ആ ഡൗൺലോഡിൽ ഞെക്കുമ്പോൾ നിങ്ങൾക്കിത് ഡൗൺലോഡായിട്ട് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്നത് കെലോക്ക് എന്ന് പറഞ്ഞ മാപ്പാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വേറെ മാപ്പാണ്, ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു മാപ്പിൻ്റെ പേര് കെലോക്ക് അങ്ങനെ എന്തോ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 5K സബ്സ് അങ്ങനെ എന്തോ പറഞ്ഞൊരു മാപ്പാണ്. ഇനിയാണ് നമുക്ക് സാർച്ചീവർ അല്ലെങ്കിൽ സെഡ് ആർക്കൈവറിൻ്റെ ഒരു യൂസ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാവുക.
ആൻഡ് അതിൽ നിങ്ങൾ ഡൗൺലോഡാണ് യൂസ് ചെയ്യുക. ഡൗൺലോഡ് നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നമ്മൾ ഡൗൺലോഡാണ് ചെയ്തത്. സോ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി നമുക്കിങ്ങനെ അടിയിലോട്ട് പോയാൽ മതി. ഇത് ആൽഫബറ്റിക് ഓർഡറിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡി എത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് മിക്കവാറുടെ ഫോണിലും ഈ ഡൗൺലോഡ് ഞെക്കുമ്പോൾ ഡൗൺലോഡിൻ്റെ അകത്ത് 1-2 ഫയൽസൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, ആയിരക്കണക്കിന് ഇതുപോലത്തെ ഫയൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ സെർച്ച് ചെയ്യാം ആ ഫയലിൻ്റെ പേര് ഓർത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഒരു ഇത് നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഫയൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ ആ സൈഡിലുള്ളൊരു ഈ ലൈൻ ഇങ്ങനെ വരച്ച് നമുക്കിവിടെ ലെറ്റേഴ്സ് കാണാൻ പറ്റും. സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്പിൻ്റെ പേര് കെ വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കെ വെച്ചിട്ട് കെലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതുപോലെയാണ് നമുക്കിതിലുള്ളത്. നിങ്ങളൊരു മാപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് ഞാനിപ്പോൾ ആരോയിൽ കാണിക്കുന്ന ഒരു സിപ്പ് ഫയൽ പോലെയാണ് കിടക്കുക. ഞാനിത് ഡൗൺലോഡ് ചെയ്ത എന്തോ പ്രശ്നമുണ്ട്, അത് APK ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഞാൻ തൽക്കാലം നിങ്ങൾ സിപ്പ് ഫയൽ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ആ ഒരു APK എക്സ്ട്രാക്ട് ചെയ്ത് കാണിച്ച് തരാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോംബോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടി പൊട്ടിക്കുമല്ലോ, അതിൻ്റെ പാക്കേജിങ് പൊട്ടിക്കും. ആ ഒരു പെട്ടി ആയിരിക്കും സിപ്പ് ഫയൽ. അതിൻ്റെ അകത്തുള്ള നമുക്ക് വേണ്ട സാധനമായിരിക്കും ഈ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ. ഈ പെട്ടി പൊട്ടിക്കുന്നതാണ് എക്സ്ട്രാക്റ്റിംഗ് എന്ന് പറയുന്നൊരു ഇത്. സത്യത്തിൽ ഇതൊന്നല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഇനി ഈ ഫയൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഫയലിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ എക്സ്ട്രാക്റ്റ് ഹിയർ അടിച്ചു കഴിഞ്ഞാൽ ആ ഡൗൺലോഡ്സിൽ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ഇത് വരുന്നത്. പക്ഷെ നിങ്ങൾ സാധാ എക്സ്ട്രാക്റ്റ് മാത്രം പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേണ്ട ഫയലിൽ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡിൽ വേണമെങ്കിൽ ഡൗൺലോഡിൽ എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഫയലുകൾ ആൻഡ്രോയിഡിലോ അങ്ങനെ വേറെ ഫയലുകളിൽ നിങ്ങൾക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വലിയ പണിയൊന്നും എടുക്കണം, നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ഹിയർ അടിച്ചാൽ മതി, ഡൗൺലോഡിൽ തന്നെ വരും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയലിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ചില ഫയൽസിൻ്റെ, അതായത് ചില മോഡിൻ്റെ സിപ്പ് ഫയലിൻ്റെ പേര് തന്നെയായിരിക്കും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ഫയലിൻ്റെ പേരും. പക്ഷേ ചിലതിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഫയലിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു 5K സബ്സ് അങ്ങനെ എന്തോ ആണ്. സോ നിങ്ങൾ ഞാനിപ്പോൾ 5K സബ്സിൻ്റെ ഒരു മോഡ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ എങ്ങനെ ഉണ്ടാവും, കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിരുന്നത് ഇതുപോലെ ഒരു വെള്ള കളറായിട്ടായിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാക്ട് ഫയൽ ഡൗൺലോഡിൽ ആ ഒരു ഇതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഗെയിം എടുക്കുക. ഇനിയാണ് നമ്മുടെ ഗെയിമിൻ്റെ യൂസ് വരുന്നത്. ഗെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മോഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. നമുക്ക് വെഹിക്കിൾ നിന്ന് കാണാം, മോഡെന്ന് കാണാം, അല്ല മാപ്പ് നിന്നും കാണാം. നമുക്ക് മാപ്പാണ് വേണ്ടത്. സോ നമ്മൾ മാപ്പ് മോഡിൽ ക്ലിക്ക് ചെയ്യുക. അതായത് മാപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാപ്പിലോട്ട് പോകും. സോ നമ്മളിപ്പോൾ മാപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു മാപ്പ് മോഡും അവൈലബിൾ അല്ല, നമ്മൾ മാപ്പ് മോഡൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ അവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സൈഡിൽ കാണും. നമ്മൾ ആ ഒരു ഇമ്പോർട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഫയൽ മാനേജറാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്താണ് എത്തുക. ഇവിടെ ഇത് ഡൗൺലോഡാണ്, നമ്മൾ ആർച്ചീവറിൻ്റെ ഡൗൺലോഡർ ഫയലില്ലേ അതാണിത്. സോ ഇതിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത ഒരു മാപ്പ് കൊണ്ട് ഫയൽ കണ്ടുപിടിക്കുക. നമുക്ക് കാണാൻ പറ്റുന്നത് 5K സബ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണും. ഇതിൽ നിങ്ങൾക്ക് ആഡ് കാണുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് എനിക്ക് മോഡാക്കാം, അല്ലെങ്കിൽ 30 രൂപ ഗെയിമിൽ 30 രൂപ കൊടുത്തിട്ട് ആക്കാം. തൽക്കാലം 30 രൂപ കൊടുത്തിട്ടാണ് ആക്കുന്നത്. എൻ്റെ അത്യാവശ്യം 1000 എത്ര പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 30 രൂപ കൊടുത്ത് എന്തായാലും ആക്കുന്നുണ്ട്. സോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ യുവർ പർച്ചേസ് കംപ്ലീറ്റ്. നമ്മുടെ മാപ്പ് മോഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാപ്പ് മോഡ്. ഇനി ഇതെങ്ങനെ കളിക്കാം അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കളിക്കാൻ നല്ലതാണോ എന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ആ മാപ്പ് മോഡിൻ്റെ അടിയിലായിട്ട് പ്ലേ എന്ന് കാണാൻ പറ്റും. സോ ആ ഒരു പ്ലേയിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ നിൽക്കാൻ മതി. ഇന്ന് ഞാൻ ഓൾറെഡി ഒരു ഗെയിം എടുത്ത് വെച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ നിങ്ങൾ പ്ലേ നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിലോട്ട് പോകും. ഇതാണ് നമ്മുടെ മാപ്പ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു മാപ്പാണ്. ഞാനിപ്പോൾ നാളായിട്ട് കളിച്ചിട്ടുള്ളൊരു മാപ്പാണ്. വേറെ കുറച്ച് സ്ഥലം കാണിച്ചു തരാം.
പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ അത്ര എക്സ്പെക്റ്റേഷൻ ഇടുന്നില്ല. സോ ഒരു മിനിമം ഒരു 100 ലൈക്ക് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന അടുത്തൊരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എമംഗസ് കളിക്കാൻ കമൻറ്റ് ഇടുകയാണെങ്കിൽ എമംഗസ് ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബെസ്സിഡിൽ തന്നെ വേറൊരു കണ്ടൻറ്റ് ആണെങ്കിൽ അത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ FC മൊബൈലും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ കമൻറ്റ് ഇടുക. ഈ ഒരു വീഡിയോയ്ക്ക് മിനിമം 100 ലൈക്ക് തന്നതിനാൽ നിങ്ങൾ കമൻറ്റിൽ പറയുന്ന അടുത്തൊരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. സോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം KL Dev XD.